അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു ടേം തന്നെയാണ്. കമ്പനീസ് ആക്ട് 2013 ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ഏതൊരു ഫോം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയായിട്ടാണ് ടേം ചെയ്യുന്നത്. അപ്പോൾ കമ്പനീൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പം നമ്മളുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസൊക്കെ നമ്മൾ അതിൻ്റെ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ രണ്ട് സൈഡായിട്ട് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫൈനൽ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഡെബിറ്റും ക്രെഡിറ്റും സൈഡായിട്ടായിരിക്കില്ല, ഒരു ജസ്റ്റ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, അതായത് അതിൻ്റെ പെർട്ടിക്കുലേഴ്സ് എഴുതുന്നതിനും എമൗണ്ട്സ് എഴുതുന്നതിനുമുള്ള സെപ്പറേറ്റ് കോളമായിട്ടായിരിക്കും ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഷെഡ്യൂൾ 3 പ്രകാരം കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്യുന്നത് IND AS 1 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 1 ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്. പക്ഷേ അത് നമുക്ക് പ്രോബ്ലം ബേസ് ആയിട്ട് നോക്കാനൊന്നുമില്ല. തിയറി നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 അക്കൗണ്ട്സ് ആയിരിക്കും ഇത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി ഫോം പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഇതെല്ലാ കമ്പനിയും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. IND AS 1 പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനീസ് ഹൂസ് നെറ്റ് വർത്ത് എക്സീഡ് 50 crore ഇവരാണ് ഈ ഒരു ഈ പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട കമ്പനീസ് എന്ന് പറയുന്നത്. അതിന് കുറവ് നെറ്റ്വർത്ത് ഉള്ള അൺലിസ്റ്റഡ് കമ്പനീസോ മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസോ ബാങ്കിങ് കമ്പനീസോ ഒന്നും തന്നെ ഈ ഒരു ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് സ്ട്രോങ് ആയിട്ട് ഈ ഒരു കമ്പനീസ് ആക്റ്റിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ടേൺ ഓവർ 250 crore എബോവ് വരുന്ന അൺലിസ്റ്റഡ് കമ്പനീസും ലിസ്റ്റഡ് കമ്പനീസും ഈ പറയുന്ന രീതിയിലായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അതിൽ നമുക്ക് രണ്ടെണ്ണമാണ് ഇവിടെ മെയിനായിട്ട് പ്രോബ്ലം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എസ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഒന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്, SOPL എന്ന് പറയും. നമ്മളുടെ ആദ്യത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള എക്സ്പെൻസുകളും അതുപോലെ ഇൻകം കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് കണ്ടെത്തുന്ന രീതി തന്നെയാണ് ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇറ്റ് ഈസ് എ പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു നോ ദ ഓപ്പറേറ്റീവ് പെർഫോമൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ ഗിവൻ പീരീഡ്. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡിലേക്കാണ്. ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആയിരിക്കില്ല, ഒരു 1 ഇയറിലേക്കുള്ള നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് എഴുതി ഇൻകം എക്സ്പെൻസിനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക, അതർവൈസ് ഇറ്റ് വിൽ ബി നെറ്റ് ലോസ്. ദെൻ ഇതിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് കൂടെ പറയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ് തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നതിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ഇത് നമ്മളൊരു ഗിവൺ പീരീഡിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഒരു പെർട്ടിക്കുലർ ഡേയിലേക്കും, ആസ് ഓൺ 31st December 2024 അല്ലെങ്കിൽ ആസ് ഓൺ 31st April ആയിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് ദ അസറ്റ്സ് ഓൺഡ് ബൈ ദ കമ്പനി ആൻഡ് സോഴ്സസ് ഓഫ് ഫണ്ട് യൂസ്ഡ്. ഓക്കെ, ഇതിലെപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഒരു സൈഡ് അസറ്റും മറ്റൊരു സൈഡ് ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ്, ഇത് രണ്ടും ഈക്വലായിട്ട് വരുന്നതിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ജനറലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഐറ്റം തന്നെയാണ് വരുന്നതെങ്കിലും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഷോ ചെയ്യുന്ന ഹെഡിങ്സിൽ വരുന്ന വ്യത്യാസമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാവുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ രീതിയിലായിരിക്കും ഒരു പെർട്ടിക്കുലേഴ്സ്, ദെൻ നോട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരിക്കും, ദെൻ ഫിഗേഴ്സിൻ്റെ ഒരു കോളം. ഇത് നമ്മളിങ്ങനെ ഈ രീതിയിൽ കറണ്ട് ഇയർ, എൻഡ് ഓഫ് ദി കറണ്ട് ഇയറും എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയറിന് നമ്മൾ ഫോമാറ്റിൽ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒറ്റ എമൗണ്ട് കോളം മതി, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് ഒരു പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ ആൻഡ് എമൗണ്ട് കോളം ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നമ്മൾ ഈ ഒരു ഐറ്റത്തിനെ അസറ്റ്സും അതുപോലെ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റി എന്ന് പറയുന്ന 2 പോർഷനായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അസറ്റ്സിൽ നമ്മൾ അസറ്റ്സിനെ തന്നെ നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഫിക്സ്ഡ് അസറ്റും കറണ്ട് അസറ്റും തന്നെയാണിത്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പം അതിൽ വരാവുന്ന ഐറ്റം ഒന്നാമത്തത് PPE ആണ്, അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഒന്നാമത്തെ കാര്യം ഇതെന്താണെന്ന് നമ്മൾ ഈ ഒരു ടേമായിട്ട് നമ്മളുടെ പഴയ ബാലൻസ് ഷീറ്റിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക. അതായത് കമ്പനി യൂസ് ചെയ്യുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ദെൻ ഓഫീസ് എക്യുപ്മെൻറ്റ്, മറ്റ് ഈ പറയുന്ന രീതിയിലുള്ള ഫിക്സ്ഡ് അസറ്റ്സ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്സ് എന്താണോ അതാണ് ഈ ഒരു ഹെഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അസറ്റ്സിന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് എടുക്കുക. സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുക. അത് നമ്മൾ കാണിക്കുന്നത് നോട്ട്സ് ടു അക്കൗണ്ടിലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതൊക്കെ അസറ്റ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ കുറച്ചതോ ആയിട്ടുള്ള ഐറ്റം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഹെഡായിട്ട് കാണിക്കേണ്ടത് PPE മാത്രമാണ്. ആൻഡ് അതിൻ്റെ നോട്ട്സിൽ നമ്മളിപ്പോൾ 1 എന്നിട്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതായത് നമ്മളുടെ ഒരു അഡീഷണൽ വർക്കിംഗ് നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് അതിലാണ് നമ്മൾ ഏതൊക്കെ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ട് ടോട്ടൽ ഓഫ് അസറ്റിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ എമൗണ്ട് കോളത്തിൽ ഇടേണ്ടത്. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് നമ്മൾ ഒരു ഇയറിൽ നോർമലി യൂസ് ചെയ്യുന്ന വർക്ക് ഇൻ പ്രോഗ്രസ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. ദെൻ ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു മെയിനായിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് തന്നെയാണ് ഗുഡ് വിൽ. അതൊക്കെ നമ്മൾ നോർമലി മറ്റ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന അതേ ഐറ്റം തന്നെയാണ് ഗുഡ് വിൽ. ദെൻ നെക്സ്റ്റ് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് പോലെ ഏത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് ഈ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി അതിൽ നമുക്ക് അമോർട്ടൈസേഷൻ്റെ എമൗണ്ട്, അതായത് ഡിപ്രിസിയേഷൻ ഫിക്സ്ഡ് അസറ്റിനുള്ളത് പോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് നമ്മൾ അമോർട്ടൈസേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂ കുറയുന്നത്. അത് 10% അല്ലെങ്കിൽ 15% ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ട്രേഡ് മാർക്കാണ് നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക ട്രേഡ് മാർക്ക്, അതിൻ്റെ അമോർട്ടൈസേഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ കാണിക്കുക. ദെൻ ഫൈനൽ എമൗണ്ട് മാത്രം ഇവിടെ കാണിക്കുക. എത്ര ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ കണ്ടെത്തിയതിന് ശേഷം ഇവിടെ നമ്മൾ ഫൈനൽ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്, ദെൻ ബയോളജിക്കൽ അസറ്റ്സ് അതർ ദാൻ BRR പ്ലാൻസ്. ഇതൊന്നും നോർമലി ക്വസ്റ്റ്യനിൽ വരാത്തതുകൊണ്ട് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഫിനാൻഷ്യൽ അസറ്റ്സ്, അത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 1 ഇയർ എബവ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനെയും നമ്മൾ നോൺ കറണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് കിട്ടാനുള്ള അസറ്റ്സ് ആണ്, അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ പോലത്തെ ഐറ്റം. അവിടെ നമുക്ക് ഈ സൺട്രി ഡെറ്റേഴ്സിലൊക്കെ പ്രൊവിഷനോ, അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റോ ബാഡ് ഡെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ ആ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഫൈനൽ എമൗണ്ട് ഓഫ് ഡെറ്റേഴ്സ് മാത്രം നമ്മൾ ട്രേഡ് റിസീവബിൾസ് ആയിട്ട് കാണിക്കുക. ദെൻ ലോൺസ്, അതായത് ലോൺസ് ഗിവൺ ആണ്, അതായത് കമ്പനി മറ്റ് പാർട്ടീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് അസറ്റാണ്. 1 ഇയർ എബോ ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് ലോൺസ് എന്തായിരിക്കും, നോൺ കറണ്ട് ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. ഈ ട്രേഡ് റിസീവബിൾസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ സൺട്രി ഡെറ്റേഴ്സിനൊക്കെ 1 ഇയർ ബിലോ ഉള്ളതായിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കറണ്ട് അസറ്റ്സിൽ എടുക്കുക ട്രേഡ് റിസീവബിൾസ്. ദെൻ മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്. ദെൻ ഡിഫേർഡ് ടാക്സ് അസറ്റ് ആൻഡ് അതർ നോൺ കറണ്ട്
അസറ്റ്സ്. ഡിഫേർഡ് ടാക്സ് അസറ്റ് നമ്മൾക്ക് അറിയാവുന്ന ഒരു ടേം ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ് പെർ ഫിനാൻഷ്യൽ ബേസിസിലും അതുപോലെ ഇൻകം ടാക്സ് ബേസിസിലും നമ്മൾ ടാക്സ് ലയബിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേരിയേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അക്കൗണ്ടിങ് ബേസിസിൽ നമ്മൾ കണക്കാക്കുന്ന ടാക്സും അതുപോലെ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സും തമ്മിൽ ഡിഫറൻസസ് വരാം. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് എമൗണ്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളതിന് ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്നാണ് പറയുക. അതായത് നമ്മൾ നോർമലി അടയ്ക്കേണ്ട അക്കൗണ്ടിങ് പർപ്പസിന് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സിൻ്റെ വാല്യൂ അത് നമ്മളുടെ നോർമൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അതിന് നമ്മൾ ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയും. അതർവൈസ് ഒരു നെഗറ്റീവ് എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ അത് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ തിയറി പാർട്ടായിട്ട് നോക്കാം. സാധാരണ ക്വസ്റ്റ്യനിലേക്ക് വരാറില്ല, പ്രോബ്ലം ചെയ്യുന്നതിലേക്ക്. അപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് PPE എന്തായാലും വരുന്നൊരു കാര്യമാണ്. അതിൽ ഡിഫറെൻറ്റ് അസറ്റ്സ് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഗുഡ് വില്ല് സാധാരണ എല്ലാത്തിലും വരാറുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസ് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഫിനാൻഷ്യൽ അസറ്റ്സിൽ ട്രേഡ് റിസീവബിൾസോ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ, അതിലും ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത് എപ്പോഴും നോൺ കറണ്ട് ആയിരിക്കില്ല. 1 ഇയർ ബിലോ ആയിട്ടാണ് നോർമലി എടുക്കുക, അതായത് കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് എടുക്കുക. അതാണ് രണ്ടാമത്തെ പാർട്ട്, കറണ്ട് അസറ്റ്സ്. 1 ഇയർ ബിലോ ഉള്ള അസറ്റ്സ് ഒക്കെ അതിൽ വരുന്നത് ഇൻവെൻ്ററീസ് നമ്മൾ ഹെഡ് ഇടുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ വരുന്നത് ക്ലോസിങ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിരിക്കും. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തരുന്ന സ്റ്റോക്ക്, ക്ലോസിങ് സ്റ്റോക്ക്, ആ വാല്യൂ ആണ് നമ്മൾ ഇൻവെൻ്ററി എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇൻവെൻ്ററി എന്ന് കാണിച്ചാലും നോട്ട്സ് അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ അസറ്റ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ ഐറ്റം തന്നെയായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റിസീവബിൾസ്, ലോൺസ്, ഇതൊക്കെ 1 ഇയർ ബിലോ ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പ്ലസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലൻസ് ഓർ ബാങ്ക് ബാലൻസ്, ഇത് രണ്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കറണ്ട് അസറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അസറ്റ്സിൻ്റെ പോർഷൻ. അസറ്റിനെ നമ്മൾ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് ടോട്ടൽ അസറ്റ് നമ്മൾ കാണുക. ഈ 2 അസറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ അസറ്റ് നമ്മളവിടെ കണ്ടുവയ്ക്കുക. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതിനെ തന്നെ നമ്മൾ ഇക്വിറ്റി ആദ്യം കാണണം, പിന്നെ ലയബിലിറ്റീസ് കാണണം. ഇക്വിറ്റി എന്ന് പറയുമ്പം അതിൽ 2 പാർട്ടായിരിക്കും ഉണ്ടാവുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് അതർ ഇക്വിറ്റി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ഷെയർ ക്യാപിറ്റൽ ഏതുമാകാം. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ചിലപ്പം 10,000 ഷെയർസ് ഓഫ് 10 ഈച്ച് എന്ന് പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് പറഞ്ഞ് തരാം. അങ്ങനെ മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് തരുന്നുണ്ടാവാം ചിലപ്പോൾ. അതെല്ലാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ബാലൻസ് ഷീറ്റ് നോട്ട്സ് അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ, എന്നിട്ട് ഫൈനൽ എമൗണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ദെൻ അതർ ഇക്വിറ്റിയാണ്. അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. അതായത് ജനറൽ റിസർവ് പോലത്തെ റിസർവ് ബാലൻസുകൾ വരും. പിന്നെ നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർപ്ലസ് സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള സർപ്ലസിൻ്റെ ബാലൻസുകൾ വരാം. കറണ്ട് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വഴി കണ്ടെത്തുന്ന പ്രോഫിറ്റിൻ്റെ ബാലൻസ്, ഇതൊക്കെ ആഡ് ചെയ്യാവുന്ന ഐറ്റം ആയിരിക്കും അതർ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ പാർട്ടായിട്ട് വരുന്ന എല്ലാം തന്നെ ഈ ഒരു അതർ ഇക്വിറ്റിയിൽ വരും. ഓക്കെ, ദെൻ ഈ 2 എമൗണ്ട് എഴുതുക, ടോട്ടൽ ചെയ്യേണ്ട. അതിന് താഴെ തന്നെ ലയബിലിറ്റീസ് എഴുതുക. ലയബിലിറ്റീസിന് നമ്മൾ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വരാവുന്ന ഐറ്റം രണ്ടിലും കോമൺ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഇയർ എബവ് ആണെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് 1 ഇയർ ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റീസും ആയിരിക്കും. ഇപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് പോലെ തന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ബോറോയിങ്സ്, അതായത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴി നമ്മൾ ബോറോ ചെയ്യുന്ന എമൗണ്ടുകൾ, ട്രേഡ് പേയബിൾസ് എന്ന് പറയുമ്പം സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ വരും, അത്തരം എമൗണ്ടുകൾ. ആൻഡ് അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, ഇതൊക്കെ 1 ഇയർ എബവ് ഉള്ളതാണെങ്കിൽ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ എഴുതുക. ദെൻ ഡിഫറെൻറ്റ് പ്രൊവിഷൻസ്,
ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അങ്ങനെ ഏത് തരം പ്രൊവിഷൻ ആണെങ്കിലും അത് 1 ഇയർ എബവ് ആണെങ്കിൽ, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കുക. 1 ഇയർ എബവ് ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രം അത് പ്രൊവിഷനെ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് എടുക്കുക. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആൻഡ് അതർ കറണ്ട് ലയബിലിറ്റീസ്, പ്രൊവിഷൻ. ഈ കാര്യങ്ങളൊക്കെ 1 ഇയർ ബിലോ ആണെങ്കിൽ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത് 1 ഇയർ ബിലോ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. മെൻഷൻ ചെയ്താൽ മാത്രം അതിനെ നോൺ കറണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ദെൻ ഈ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്ന ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഇപ്പോൾ കണ്ടിരിക്കുന്ന ലയബിലിറ്റീസ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കിട്ടും. അതായിരിക്കും ഈ കിട്ടിയിരിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ.